എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീ ഗണപതായ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം ശരവണഭവായ നമ. ഞാൻ ഹരിനാരായണൻ. ഞാൻ ഇവിടെ അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായും കാണണം. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർ ആരാണ്? അവരുടെ സ്വഭാവം, ബാല്യം, വിദ്യാഭ്യാസം, തൊഴിൽ, വിവാഹം, കുടുംബജീവിതം, സാമ്പത്തിക സ്ഥിതി, ആരോഗ്യ പ്രശ്നങ്ങൾ, ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ, ജീവിതാവസാനം വരെ എല്ലാം വിശദമായി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അവിട്ടം നക്ഷത്രക്കാർ മകരം അല്ലെങ്കിൽ കുംഭക്കൂറിലാണ് ജനനം. അതായത് അവിട്ടം നക്ഷത്രക്കാർ ഒരു പക്ഷേ 1-2 ആദ്യ പാദത്തിലാണെങ്കിൽ ജനനമെങ്കിൽ അത് മകരക്കൂറിലും, അല്ലെങ്കിൽ അവസാന പാദം 3-4 ആണെങ്കിൽ അത് കുംഭക്കൂറിലും ആയിരിക്കും ജനനം. രാശിനാഥൻ ശനിയും ദശാനാഥൻ ചൊവ്വയുമാണ്. അപ്പോൾ ചൊവ്വ രാശിയിലാണ് നിങ്ങളുടെ അവിട്ടം നക്ഷത്രക്കാരുടെ ജനനം. ഓക്കെ. അപ്പം ചൊവ്വാദശ എന്ന് പറയുന്നത് 7 വർഷമാണ്. ജ്യോതിഷ കണക്കനുസരിച്ച് ഒരു മനുഷ്യൻ്റെ ആയുസ് 120 വർഷമായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഈ കുജദശയിലാണ് അവിട്ടം നക്ഷത്രക്കാർ ജനിക്കുന്നത്. അത് 7 വർഷം നീണ്ടു നിൽക്കും. പക്ഷേ ആ 7 വർഷം തന്നെ നമ്മൾ ജനിച്ച് നിൽക്കുന്ന ചന്ദ്രൻ്റെ കണക്കനുസരിച്ച് അത് ഈ 7 വർഷം ഡിവൈഡ് ചെയ്തിട്ട് ചിലപ്പോൾ 2 വർഷമോ 3 വർഷമോ അല്ലെങ്കിൽ ഫുൾ കുജദശയും ഒരാൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി കുജൻ്റെ ദശ കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ദശയാണ് രാഹുദശ. അത് അവിട്ടം നക്ഷത്രത്തിന് അല്ല, എല്ലാ നക്ഷത്രക്കാർക്കാണെങ്കിലും രാഹുദശ 18 വർഷമാണ്. അപ്പം അത് 7 വർഷം ഒരാൾ കുജദശൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജനിക്കുകയാണെങ്കിൽ അത് 7 വർഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രാഹുദശ 18 വർഷമാണ്. അപ്പോൾ ഒരാൾ 20 to 25 വയസ്സ് മാക്സിമം ആകുമ്പോഴേക്ക് രാഹുദശയും കഴിയും. പിന്നെ ഉള്ളത് വ്യാഴദശയാണ്. ആ വ്യാഴദശ 16 വർഷം നീണ്ടു നിൽക്കും. അത് ഒരു ആദ്യം 1-2 ആണെങ്കിൽ അത് മകരക്കൂറിലും, 3-4 ആണെങ്കിൽ അത് കുംഭക്കൂറിലും ആയിരിക്കും. നിങ്ങളുടെ അതൊരു ഫുൾ ദശയിലാണ് നമ്മൾ കുജദശൻ്റെ ജനനമെങ്കിൽ അതൊരു 41 വയസ്സ് വരെ ഏകദേശം കുജദശയും ഉണ്ടാകും. ഈ കണക്ക് പറയുന്നത് ഒരാൾക്ക് ജനിച്ച സമയം ഫുൾ ടൈം കുജദശൻ്റെ കിട്ടിക്കഴിഞ്ഞാലുള്ള കാര്യത്തിനനുസരിച്ചിട്ടാണ് ഞാൻ കണക്ക് ഇവിടെ പറയുന്നത്. ശനിദശ ആണെങ്കിൽ 19 വർഷം അടുത്തത്. അപ്പോൾ ഏകദേശം 60 വയസ്സ് പ്രായം വരാം. ശനിദശ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുധദശ 17 വർഷം. ആ 17 വർഷം പിന്നെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 77 വയസ്സ് വരെ, 60 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഏകദേശം ഇവർക്ക് ബുധദശയാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കേതുദശ. കേതുദശ 1 വർഷം ഉണ്ടാവും. അത് 77 മുതൽ 84 വരെ ഏകദേശം ഇവർക്ക് കേതുദശ കിട്ടാനാണ് ചാൻസ്. പിന്നെ ഉള്ളത് ശുക്രദശയാണ്. അത് 20 വർഷം ഉണ്ടാവും. അത് 84 മുതൽ 104. പിന്നെ സൂര്യൻ, ചന്ദ്രൻ, അതാണ് ലാസ്റ്റ്. അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം വെച്ചാൽ ഇവരുടെ ഏകദേശ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 75-80 ആണ്. ചൊവ്വാദശയിലായിരുന്ന ജനനമെങ്കിലും ചൊവ്വൻ്റെ സ്ഥാനബലം, യോഗബലം, ദൃഷ്ടിബലം എല്ലാം വെച്ച് വേണം നമുക്ക് കുജദശയിലെ ഗുണദോഷങ്ങൾ പ്രവചിക്കുവാൻ. എല്ലാവർക്കും കുജദശ ഒരുപോലെ ആയിരിക്കില്ല. കാരണം ഓരോ ജാതകത്തിലും കുജൻ്റെ സ്ഥിതി, കുജൻ്റെ ഭാവാധിപത്യം, കുജനെ നോക്കുന്ന ഗ്രഹങ്ങൾ, കുജൻ്റെ കൂടെ യോഗം ചെയ്യുന്ന ഗ്രഹങ്ങൾ, ഇവയെല്ലാം വ്യത്യാസമുണ്ടായിരിക്കും. അതിനനുസരിച്ച് കുജൻ്റെ ദശയിലുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും സത്ഫലങ്ങളും ദുഷ്ഫലങ്ങളും എല്ലാം മാറിക്കൊണ്ടിങ്ങനെ ഇരിക്കും. കൂടാതെ കുജൻ്റെ ദശാകാലങ്ങളിൽ വരുന്ന അപഹാരനാഥന്മാരുടെ സ്ഥിതിയും വ്യത്യാസമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കുജദശ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. എല്ലാ ദിശയും എല്ലാ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. കാരണം ജാതകത്തിലെ വ്യത്യാസം തന്നെ.
ഞാൻ പറഞ്ഞ ഈ കുജദശ 7 വർഷം എന്ന് പറഞ്ഞു. ഓക്കെ, കുജദശയിലായിരുന്നു നമ്മൾ അവിട്ടം നക്ഷത്രക്കാരുടെ ജനനം. അതിൽ തന്നെ കുജൻ്റെ സ്വാപഹാരം കഴിഞ്ഞ് ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ ക്രമത്തിൽ അതാത് സ്വാപഹാരം വരും. അതായത് കുജദശയിൽ എന്ന് പറഞ്ഞാൽ 7 വർഷം നമുക്ക് കുജദശയല്ല കിട്ടുക. അതിൽ ഫസ്റ്റ് തന്നെ ആരംഭിക്കുന്നത് കുജൻ്റെ സ്വാപഹാരം. അത് കുറച്ച് വർഷങ്ങൾ കുജൻ്റെ സ്വാപഹാരം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അടുത്ത രാഹുവിൻ്റെ സ്വാപഹാരമായിരിക്കും. പിന്നെ വ്യാഴത്തിൻ്റെ സ്വാപഹാരം വരും. ഓക്കെ, അതിനനുസരിച്ച് ഗ്രഹങ്ങൾ മാറുന്നു ജാതകത്തിൽ. അതിനനുസരിച്ച് ഗ്രഹങ്ങളുടെ ഏത് പൊസിഷനിലാണ് ഗ്രഹം നിൽക്കുന്നതിനനുസരിച്ച് ഓരോരുത്തരും ജീവിതത്തിൽ ഓരോ മാറ്റങ്ങളുണ്ടാവും. അത് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗ്രഹനില ഒരാളെ കൊണ്ട്, ജ്യോത്സ്യനെ കൊണ്ട് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. അത് നമുക്ക് ആ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആ ദശേൻ്റെ, രാഹുദശയായാലും ശുക്രദശയായാലും വ്യാഴദശയായാലും ആ ഗ്രഹങ്ങൾ നമുക്ക് എന്താണ് നൽകുന്നത് എന്ന്, അത് നമുക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് ഗ്രഹം നോക്കിയിട്ട് തന്നെ നമുക്ക് പരിശോധിക്കേണ്ടി വരും. അത് ആ ഏരിയയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവരുടെ രാശിനാഥൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മകരം രാശിയും കുംഭൻ രാശി ആയതുകൊണ്ട് രാശിനാഥൻ ശനിയും ദശാനാഥൻ കുജൻ. ജനിച്ചത് കുജദശയിലായിരിക്കും. ദേവത എന്തായിരിക്കും? വാസുക്കളാണ്. ചിഹ്നം ചെണ്ട. ഓക്കെ, വർണ്ണം വെളുപ്പായിരിക്കും ഇവർക്ക് ഇഷ്ടപ്പെടുന്നത്, നല്ലതായിരിക്കും വെളുപ്പ് ധരിച്ചു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞത് കുജന് മാത്രം ഒരു പ്രത്യേകത ഉള്ളത് എന്താ വെച്ചാൽ 7ാം ഭാവത്തിലും 8ാം ഭാവത്തിലും ഉള്ള കുജൻ ജാതക പങ്കാളിക്ക്, അത് സ്ത്രീ ആയാൽ പുരുഷനായാൽ സ്ത്രീക്ക് ദോഷഫലങ്ങൾ ഒരുപാട് നൽകും എന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മളെല്ലാവരും കേട്ട് പേടിപ്പെടുത്തുന്നത് എന്നൊക്കെ പറയുന്ന ഒരു ചൊവ്വാദോഷം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ മൗഢ്യത്തിലുള്ള ചൊവ്വയാണെങ്കിൽ ജാതകന് ചൊവ്വാദശയിൽ മരണത്തിന് വരെ കാരണമാകാറുണ്ട്. ഈ 3-11 നിൽക്കുന്ന ചൊവ്വ കുറേ സത്ഫലങ്ങളൊക്കെ തരും. ഓക്കെ, പക്ഷേ ശുഭഗ്രഹങ്ങൾക്ക് 3-11 നല്ല സ്ഥാനങ്ങളല്ല. അത് പാപഗ്രഹങ്ങളാക്കാണ് ഈ മോശ സ്ഥാനങ്ങൾ വളരെ നല്ലതാണ് എന്ന് പലരും പറയാറുണ്ട്. അതിൻ്റെ ഒരു കൺസെപ്റ്റിന് നെഗറ്റീവും കൂടി ചേർന്ന് പോസിറ്റീവ് ആവും എന്നുള്ളത് ആണെന്നാണ് അതിൻ്റെ ഒരു വിശകലനം. യഥാർത്ഥത്തിൽ ചൊവ്വ എന്ന് പറയുന്നത് ഗ്രഹം, ഭൂമി, വാഹനം, വീട്, ഊർജ്ജസ്വലത എന്നിവയുടെയെല്ലാം കാരകനാണ്. അതുകൊണ്ട് ചൊവ്വയ്ക്ക് നല്ല സ്ഥാനബലവും സ്ഥിതിയുമാണെങ്കിൽ ആ ഗുണങ്ങളെല്ലാം ജാതകന് ലഭിക്കുന്നു. നല്ലതല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ദോഷഫലങ്ങളും ഉണ്ടാവുന്നു. അതേസമയം കുജൻ നീചനായിട്ടാണോ, ശത്രുക്ഷേത്രത്തിലോ മൗഢ്യത്തിലോ നീചത്തിലോ ആണെങ്കിൽ ഒരു വിശപ്പ് ഉള്ള ഒരു പുലിയെ പോലെ ആയിരിക്കും. അത് സർവ്വതിനും കടിച്ച് കീറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അത് നമ്മളറിയാതെ തന്നെ നമ്മളെ ജീവിതവും കൈവിട്ട് പോവും. നമ്മൾ അതേമാതിരി ആ പുലി എന്ത് ചെയ്യും? വേറെ ആരും കടിച്ച് കീറും, അവരുടെ ജീവിതവും നശിക്കും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് അലേർട്ടായിട്ട് നമ്മൾ ഇരിക്കണം ചൊവ്വാദശയിൽ. അത് സ്ഥാനം നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമുക്ക് അവിട്ടം നക്ഷത്രക്കാരുടെ സ്വഭാവത്തെക്കുറിച്ച് നോക്കാം. ഈ അവിട്ടം നക്ഷത്രക്കാർ അസാമാന്യമായ ധൈര്യമുള്ള ആൾക്കായിരിക്കും. വളരെ നേതൃത്വ ഗുണം ഉണ്ടാവും, ആത്മവിശ്വാസം ഉണ്ടാവും, അവരുടെ വാക്കുകൾ ഉറച്ചു നിൽക്കും. ഓക്കെ, പ്രവർത്തനത്തിലൊക്കെ വളരെ വേഗതയോടെ ഉണ്ടാവും. പിന്നെ വളരെ കോപ്പറേറ്റീവ് ആയിരിക്കും, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, വളരെ ജനറസ് ആയിരിക്കും ഇവർക്ക്. ഈ അസാമാന്യമായ ധൈര്യം, നേതൃത്വ ഗുണമൊക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണം ഇവരെ കൺട്രോൾ ചെയ്യുന്ന ദശാനാഥനായ ആരാണ്? ചൊവ്വാദശയിലായിരുന്നു ഇവിടെ ജനനം. അപ്പോൾ ചൊവ്വ എന്ന് പറഞ്ഞാൽ ചൊവ്വാദശയിൽ ജനിച്ച ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അസാമാന്യമായ രക്തപ്രസാദമുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് എന്തും ഇറങ്ങിത്തിരിച്ച് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ചൊവ്വ കൊടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഗുണമാണത്. ആ നേതൃത്വ ഗുണം ഒരു കഴിവാണ്. പിന്നെ അടുത്തത് എന്താണ് പറയാനുള്ളത് വെച്ചാൽ ഇവരുടെ കോർ പേഴ്സണാലിറ്റി. വളരെ ധൈര്യവും ആത്മവിശ്വാസവും നിറഞ്ഞ വ്യക്തികളായിരിക്കും ഇവരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വളരെ എന്താ പറയുക, ഐ ക്യാൻ ഡു എനിത്തിങ് എന്നുള്ള ഒരു മെൻറ്റാലിറ്റിക്ക് ഇവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ,
പിന്നെ ഒരു ലീഡർഷിപ്പ്, എവിടെയെങ്കിലും പോയി ഒരു ഇൻഡസ്ട്രിയിൽ ഒരു മാനേജർ ആവുക, അങ്ങനെയൊക്കെ ഇവൾക്ക് നേതൃത്വ ഗുണമുള്ള ലീഡർഷിപ്പിനുള്ള ഒരു കേപ്പബിലിറ്റി ചൊവ്വ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിരുന്നു, ഈ രാജാക്കന്മാർ സൈന്യാധിപനെ നിയമിപ്പിക്കുമ്പോഴൊക്കെ അവർ ചൊവ്വാൻ്റെ ഒരു രാശിയിൽ എവിടെയെന്നൊക്കെ നോക്കാറുണ്ട് എന്നുള്ളത്. പിന്നുള്ളത് എന്ന് പറഞ്ഞാൽ അത് ഈ ചൊവ്വ ഉള്ളത് കൊണ്ട് വെച്ചാൽ ഒരുപാട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരിത് അവർക്ക് ഒന്നിനെ പറ്റിയിട്ടും ഫിയർ അല്ല, ദേ ആർ ഫിയർലെസ് പീപ്പിൾ എന്നറിയില്ലേ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുമുണ്ട്. ചെറിയൊരു ദോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എടുത്തുചാട്ടമായിട്ട് ഒരു പക്ഷേ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ കാര്യങ്ങൾ വളരെ പ്ലാൻ ചെയ്തിട്ടേക്ക് ഇവൾ മുന്നോട്ട് പോകുക. ഇവർക്ക് എന്തിനും ഒരു പ്ലാനിങ് ഉണ്ടാവും. ഓക്കെ, ഇവരിപ്പോൾ അടുത്ത 5 വർഷത്തേക്ക് എന്ത് സംഭവിക്കണം, അല്ല എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്തു കൊടുക്കണം, അങ്ങനത്തെ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവർ മുന്നേറുക. പിന്നെ ഉള്ളതെന്നുള്ള നമുക്ക് ഇമോഷണൽ നേച്ചറിനെ പറ്റി അതെന്താണ് നോക്കുക വെച്ചാൽ ഇവർക്ക് വളരെ എന്താ പറയുക ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ടാവും. ഓക്കെ. ഇപ്പോൾ സ്വന്തം കാര്യം നോക്കാതെ തന്നെ ചില ആൾക്കാരെ എന്ത് ചെയ്യും, ഇവർ സഹായിക്കും. പിന്നെ ഇവർ വളരെ ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും. ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ ഇവർ ആലോചിക്കും, അയ്യോ അത് വേണ്ടില്ലേന്ന്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും, അത് പിന്നെ സോറി പറഞ്ഞിട്ട് അത് പിന്നെയും ഒരു കോംപ്രമൈസ് മോഡിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ഇവരെന്ത് ചെയ്യും, അത് മുന്നോട്ട് പോകുന്നുണ്ടെന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള ഒരു പ്രവർത്തിക്കാനൊക്കെയാണ് ഇഷ്ടം. അതായത് ഒരു പാർട്ട്ണർഷിപ്പോ അങ്ങനെയൊന്നും ഇവർക്കൊരു താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ. ഇവർ അത് ഇഷ്ടപ്പെട്ട് എന്താണ് അവരുടെ അഭിപ്രായം, എന്താണ് എനിക്ക് നല്ലത് എന്ന് തോന്നുന്നത് അങ്ങനെ ചിന്തിക്കാനാണ് ഇഷ്ടം. ഓക്കെ. പിന്നെ ഇവർക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും. ഓക്കെ. പിന്നെ ആസ് യൂഷ്വൽ ഇവർക്ക് സംഗീതത്തിനും എന്താ പറയുക ടെക്നിക്കലി ഇവരൊക്കെ ഭയങ്കര ടാലൻ്റുള്ള ആൾക്കാരായിരിക്കും. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല. ആ പർട്ടിക്കുലർ ഗ്രഹങ്ങൾ അതിൽ നല്ല സ്ഥാനത്ത്, ഇപ്പോൾ ചൊവ്വ നല്ല സ്ഥാനത്ത് മകരത്തിലോ അല്ല കുംഭത്തിലോ രുചകരോഗം ചെയ്ത് അതായത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഇവർക്ക് എന്തെങ്കിലും ഒരു ഗുണങ്ങൾ അതുകൊണ്ട് എന്തായാലും ഉണ്ടായിരിക്കും. പക്ഷേ ഇവരുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ സ്ട്രെങ്ത്തിൻ്റെ ഓപ്പോസിറ്റുള്ള സാധനം. അപ്പോൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഫിഡൻസ് ആണെങ്കിൽ അതേമാതിരി തന്നെ ഇവർക്കും അത് ഓവർ കോൺഫിഡൻസിലേക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും ഇവരുടെ ജീവിതത്തിൽ. ഇവർ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പറ്റാൻ എന്നിട്ട് ഒരുപാട് സാധനങ്ങൾ കമ്മിറ്റ് ചെയ്യും. അതെന്ത് ചെയ്യും, പിന്നെ അത് ചെയ്ത് തീർക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ചൊവ്വ ആണ് നിയന്ത്രിക്കുന്നതുകൊണ്ട് വാക്കുകൾ ചിലപ്പം വളരെ തീവ്രമായ വാക്കുകൾ ചിലപ്പോൾ ഉപയോഗിക്കും. അതൊരു ചൊവ്വേൻ്റെ ഒരു പ്രശ്നമാണ്. എസ്പെഷ്യലി ചൊവ്വ 2ാം ഭാവത്തിലൊക്കെ നിൽക്കുമ്പം വളരെ ഹാർഡായിട്ടേക്കും പെരുമാറുക. ഈവൻ എന്തോ ഇവരുടെ മനസ്സിലൊന്നും ഇല്ലെങ്കിലും കൂടി, പക്ഷേ നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ കൊണ്ടാണ് ചിലപ്പോൾ നമ്മളെ സമൂഹം വിലയിരുത്തുക. അപ്പോൾ ചില ആൾക്കാർ പറയും ഇവനൊരു മുൻകോപിയാണ് എന്നൊക്കെ പറയാൻ മതി. പിന്നെ സോഷ്യലി ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ സുഹൃത്തുക്കളോട് വളരെ 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 എന്താ പറയുക ബോണ്ട് ഉണ്ടാവും. ഫ്രണ്ട്സ് അല്ല സമൂഹത്തിൽ ഓരോരുത്തരായിട്ടും. പിന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇവർക്കുണ്ടാവും. പിന്നെ സമൂഹത്തിൽ അർഹിക്കുന്ന ഒരു ബഹുമാനം ഇവർക്ക് കിട്ടും. പിന്നെ വളരെയധികം സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും അവരെ എൻകറേജ് ചെയ്തിട്ട് അവരെപ്പോൾ ഒരു ജോലി കിട്ടാത്ത ഒരാളായാലും ഒരു ബിസിനസ് ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും പഠിക്കാനാണെങ്കിലും അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് നൽകാൻ വളരെ ബഹുമിടുക്കന്മാരാണ് ഇവർ. അത് ഈ പൊളിറ്റിക്കലായാലും വെച്ചാൽ നമ്മൾ ഈ പൊളിറ്റിക്സിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ശോഭിക്കാൻ പറ്റിയൊരു മേഖലയാണ്. കാരണം വെച്ചാൽ നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ലീഡറാവില്ല. നമ്മൾ വളരെ കുറച്ച് ആൾക്കാരെ ലീഡർഷിപ്പിലേക്ക് വരുള്ളൂ. ബാക്കികളൊക്കെ നമ്മൾ അണികളാണല്ലോ. ഓക്കെ. അപ്പോൾ ആ അണികളെ നയിക്കാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഈ അവിട്ട നക്ഷത്രക്കാർ ജനിച്ച ആൾക്കാരുണ്ടാവും. ബാല്യവും വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ട് നോക്കുക. അപ്പോൾ ഇവർ ചൊവ്വാദശയിലായിരിക്കുമല്ലോ ജനനം. ഏകദേശം 7 വർഷം വരെ ചൊവ്വാദശ ഉണ്ട്. അത് കഴിഞ്ഞാലാണ് രാഹുദശ. എത്ര വർഷമുണ്ട്? 18 വർഷം. അപ്പോൾ നമ്മളൊരു പൂർണ്ണമായിട്ടൊരു ചൊവ്വാദശ കിട്ടിക്കഴിഞ്ഞാൽ 7+ രാഹുദശയിലെ 18 വർഷം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു 25 ഇയേഴ്സ്, അതായത് നമ്മളെ വിദ്യാഭ്യാസം ജോലി ഒക്കെ നോക്കുന്ന സമയത്ത് ചൊവ്വാദശയും രാഹുദശയും കൂടി കലർന്ന ഒരു ഇതായിരിക്കും. അപ്പം ചൊവ്വാദശയിൽ ആ സമയത്ത് ചെറിയ പ്രായമായിരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ മുറിവോ ആ ചൊവ്വയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും മുറിവോ അല്ലെങ്കിൽ പൊള്ളലോ അങ്ങനെയൊക്കെ ഏൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ പഠിക്കാൻ ഇവർ ഭയങ്കര മിടുക്കനായിരിക്കും.
പെട്ടെന്ന് വളരെ ക്വിക്കായിട്ട് ഇവർ ഗ്രാസ്പ് ചെയ്യും, ബഹുകാമന്മാരായിരിക്കും. പക്ഷേ ചിലപ്പോൾ എന്താ വെച്ചാൽ ആ രാഹുവിൻ്റെ ചിലപ്പം നല്ല പൊസിഷൻ അല്ലെങ്കിൽ സ്ഥിതി ജാതകത്തിൽ അതിനനുസരിച്ച് നമ്മളറിയാതെ നമ്മളെ ജീവിതം കൈവിട്ട് പോകുക എന്ന് പറയും പോലെ ഇവർ വേറെ എന്തെങ്കിലേക്കും മറ്റെന്തിലേക്കും ആകൃഷ്ടനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ട് പോകും. അതായത് വളരെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചിലപ്പം വളരെ മോശമാവാനും റിവേഴ്സും സംഭവിക്കാം. ആ റിവേഴ്സിലും സംഭവിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ആ പർട്ടിക്കുലർ ഗ്രഹത്തിൻ്റെ പ്രശ്നങ്ങളാണ്. പക്ഷേ ജാതകം അവിട്ട നക്ഷത്രത്തെ സംബന്ധിച്ച് അങ്ങനെ നല്ലൊരു പഠിക്കാനുള്ള ഒരു കേപ്പബിളായ ഒരാൾക്കാരാണ്. പിന്നെ ചില സമയത്ത് ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഇവർ ചിലപ്പോൾ അച്ഛൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ അമ്മേൻ്റെ അടുത്തുനിന്നോ ചിലപ്പോൾ വിട്ട് നിൽക്കുക, അല്ലെങ്കിൽ അവർ വിചാരിച്ചമാർ അച്ഛൻ്റെ അടുത്തുനിന്നോ അവർ അമ്മേൻ്റെ അടുത്തുനിന്നോ സപ്പോർട്ട് കിട്ടാതിരിക്കുക. ഇങ്ങനത്തെയും ചില അവിട്ട നക്ഷത്രക്കാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് അവരെല്ലാവരും അല്ല, സപ്പോർട്ട് കിട്ടുന്നവരുണ്ട്, പക്ഷേ ഗ്രഹസ്ഥിതി അവർ അനുകൂലമല്ല. പക്ഷേ പൊതുവെ പറഞ്ഞാൽ ഇവർക്ക് സപ്പോർട്ട് കിട്ടാൻ വേറെ ഒരാൾ ഇവർ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അനുസൃതമായിട്ടൊരു സപ്പോർട്ട് കിട്ടുന്നത് വളരെ റയറാണ്. പിന്നെ ചിലപ്പോൾ ഇവർക്ക് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ചെറുപ്രായത്തിൽ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആയിരിക്കും ഇവരെ ബാല്യവും വിദ്യാഭ്യാസമൊക്കെ ഇങ്ങനെ കടന്നു പോവുക. പിന്നെ തൊഴിൽപരമായിട്ട് ഇവർക്ക് ശോഭിക്കാൻ പറ്റിയൊരു മേഖല എന്ന് പറയുന്നത് എൻജിനീയറിങ്, അല്ലെങ്കിൽ IT, അല്ലെങ്കിൽ ആസ് യൂഷ്വൽ നമ്മളെ ചൊവ്വേൻ്റെ കാരകത്വം വഹിച്ചിരിക്കുന്ന സൈന്യം, പോലീസ് ഇവരങ്ങളായിരിക്കും. അപ്പോൾ ഇവരൊക്കെ എല്ലാവരും പറയുമ്പോൾ ഇത് രാഹു കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ ദശ വരുന്നതുകൊണ്ട് ഒരു 25 to 41 ഇയേഴ്സിൽ ഇവർക്ക് എന്ത് വരും, വ്യാഴത്തിൻ്റെ ദശയായിരിക്കും. ആ സമയത്ത് തന്നെ ഇവർക്ക് കരിയറിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും, നല്ല ജോലി കിട്ടും, ഇവരൊരു നല്ലൊരു സമയം സ്റ്റാർട്ട് ചെയ്യുകയാണ് ആ സമയത്ത്. ഇതുവരെയായിട്ടും ജോലി ഇല്ലാത്തവരോ ഇതുവരെയായിട്ടും ബിസിനസ് ഇല്ലാത്തവരോ ഇവർ എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ട്രംപ് കാർഡ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരു തുരുശുചീട്ട് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ അവർ എന്തെങ്കിലും അത് ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് വഴിയാവും, റിലേറ്റീവ്സ് വഴിയാവും, നമ്മളറിയാതെ തന്നെ നമ്മൾ വിദേശ തൊഴിലവസരങ്ങളുണ്ടാകും, ആരെങ്കിലും നമ്മളെ വന്ന് വിളിക്കാനോ വിദേശത്തെ അവസരം തരാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ കരിയർ തന്നെ, നമ്മളെ ജോലി, നമ്മളെ ജീവിതം തന്നെ മാറി മറിക്കാനുള്ള ഒരു സമയമാണ് ആ വ്യാഴദശയിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് അവർ രക്ഷപ്പെടുന്ന ഒരു സമയം. ആ ഒരു സമയത്ത് രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാണ് വരുന്നത്. അപ്പോൾ ശനിയും ഇവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം വെച്ചാൽ ഇവരെ കൂറിൻ്റെ അധിപനാണല്ലോ, വലിയൊരു ദോഷമൊന്നും ചെയ്യൂല. പക്ഷേ എന്ന് പറഞ്ഞാൽ ശനിയുടേതായ അത് ഫുൾ ഫ്ലഡ്ജിൽ ഒരിക്കലും അത് അതിൻ്റേതായ ഇതുണ്ടാകും. നമ്മൾ ശുക്രനോ വ്യാഴമൊക്കെ നൽകുന്ന പോലെ ശനി അത്ര കൊടുക്കാൻ ചാൻസ് ഇല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരെ സാമ്പത്തിക സ്ഥിതിയാണ് മെയിനായിട്ട് എല്ലാവരും നോക്കുന്ന ഒരു വിഷയം. അപ്പോൾ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യാനുള്ള വളരെ ഇതുണ്ട്. ചിലപ്പോൾ ദൂരത്തെന്ന് പറയില്ല, ഇവർ നന്നായിട്ട് സ്പെൻഡ് ചെയ്യും. പക്ഷേ അതേമാതിരി തന്നെ ഇവർക്ക് എങ്ങനെയാണ് പൈസ ശേഖരിക്കേണ്ടത്, എങ്ങനെയാണ് സമ്പാദിക്കാനുള്ള കഴിവുണ്ടാവും. ഓക്കെ, പക്ഷേ ഇവർക്ക് അതിനനുസരിച്ച് തന്നെ ചിലവ് കൂടുതലുണ്ടാവും. അപ്പോൾ ഇവർക്ക് ഏതൊക്കെ മാർഗ്ഗത്തിൽ കൂടെയാണ് മൾട്ടിപ്പിൾ വേയ്സ് കൂടെ, അതായത് ഒരുപാട് വഴി കൂടെ ഇവർ പൈസ സമ്പാദിച്ച് ഇവരെന്ത് ചെയ്യും, ഉണ്ടാവും, ഒരുപാട് കാശുകൾ സമ്പാദിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സമ്പാദിച്ച കാശ് ഇവരറിയാതെ തന്നെ ഒരു എമർജൻസി കേസ് വന്നിട്ട് അത് ചിലപ്പോൾ ചിലവാക്കേണ്ടി വരും. വീണ്ടും അത് സീറോയിലേക്ക് വരാം, വീണ്ടും അത് സീറോ ബാലൻസ് എന്ന് പറഞ്ഞ നിലയിലേക്ക് വരിക. എന്നാലും ഇവർക്ക് സമ്പാദിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് വീണ്ടും ഇൻകം വരും, വീണ്ടും എന്ത് ചെയ്യും, അതേമാതിരി വരവ് വരും, ചിലവുണ്ടാവും. അങ്ങനെ വെച്ചാൽ ഇങ്ങനെ നിൽക്കും. പക്ഷേ കുറേ കാലം നമ്മൾ സമ്പാദിക്കും, എമർജൻസി കേസ് വരും, വീണ്ടും സ്പെൻഡ് ചെയ്യും. അങ്ങനെ ഒരു ഇതിലേക്ക് ഉണ്ടാവും. ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാമ്പത്തികം ഒരു സ്റ്റേബിൾ ഇല്ലായിരിക്കും ഒരു 40-45 വയസ്സ് വരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും വളരെ സ്റ്റേബിൾ ആവാനും ചാൻസ് ഉണ്ട്. ശരിക്ക് പിന്നെ വിവാഹം, കുടുംബജീവിതം അടുത്തൊരു മേഖലയാണ് വിവാഹം, കുടുംബജീവിതം. ഓക്കെ, അപ്പോൾ ഇവരൊരു പങ്കാളി എന്ന് പറഞ്ഞാൽ പാർട്ട്ണർ, അതായത് പുരുഷനെ സ്ത്രീ ആയാലും സ്ത്രീനെ പുരുഷനായാലും ഇവർ തമ്മിലുള്ള മാനസികമായ അടുപ്പം വളരെ വലുതായിരിക്കും. ഓക്കെ, നല്ല ബോണ്ട് ഉണ്ടാവും ഇവർ തമ്മിൽ. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പുരുഷനെ സ്ത്രീനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കാളും ചിന്താഗതിയും ഒരു കൂടുതലുള്ള ഒരു 1 സ്റ്റെപ്പ് അഹെഡ് എന്നുള്ള ഒരു പെണ്ണിനേക്കും ഒരു സ്ത്രീക്ക് പുരുഷനും കിട്ടുക, അതായത് തന്നെക്കാളും ക്വാളിറ്റീസൊക്കെ കൂടുതലുള്ള ഒരാളേക്കും പങ്കാളിയായിട്ട് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാണുന്ന ഡിഫറെൻ്റ് ആംഗിളിൽ അവർ ചിന്തിക്കും. അതുകൊണ്ടുള്ള നമ്മളെ ഫാമിലിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില ആൾക്കാർ അത് ഈഗോ ആയി എടുത്തിട്ട് ഇവർ തമ്മിൽ കലഹം ഉണ്ടാവും. എന്താ നീ പറയുന്നത്, ഞാൻ കേൾക്കണോ, അങ്ങനെ ഒരു ഈഗോ ഒക്കെ ഉണ്ടാവും. ബട്ട് ആ ഈഗോ ഒന്നും ഒരു വലിയൊരു പ്രശ്നമായിട്ട് ഇവരെ കുടുംബജീവിതത്തിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ തമ്മിലുള്ള ഭാര്യയും ഭർത്താവും കൂടി തമ്മിലുള്ള
ഈ ബോണ്ട് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് 1 2 3 ദിവസം ഇവർ തമ്മിലുള്ള കലഹങ്ങൾ ഉണ്ടെങ്കിലും വീണ്ടും അവരെന്ത് ചെയ്യും, എവിടെയാണോ അവരുള്ള ആ ബോണ്ട് ഉള്ളതുകൊണ്ട് സ്നേഹം എന്നുള്ള ബാക്ക് ടു നോർമലിലേക്ക് വന്നിട്ട് വീണ്ടും കുടുംബജീവിതം ഇങ്ങനെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നതായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി നോക്കാം. ഈ അവിട്ടം നക്ഷത്രക്കാരുടെ ആരോഗ്യം എങ്ങനെ ഉണ്ടാവുന്നു? ഇവർക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ പിടിപെടാൻ, പിന്നെ തൊലി സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവാം, വയറ് സംബന്ധമായ ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവാം, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവാം, ഷുഗർ ഉണ്ടാവാം. ഓക്കെ, ഇതൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അലേർട്ടായിട്ടിരിക്കുക. എപ്പോഴെങ്കിലും ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കണ്ടിട്ട് അതാത് സമയത്ത് ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഉള്ള ജീവിതത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഒരു ആയുസ് നോർമലി പറയുന്നത് അവിട്ടം നക്ഷത്രക്കാർക്ക് 70 വയസ്സ് മുതൽ 85 വയസ്സ് വരെയാണ് ഒരു സാധാരണ ആയുസ്സായിട്ട് കണക്കാക്കപ്പെടുന്നത് ഒരു ആസ്ട്രോളജിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ, അതെന്തുകൊണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ കുജദശയിലാണല്ലോ ഈ അവിട്ടം നക്ഷത്രക്കാരുടെ ജനനം. അപ്പോൾ കുജദശ നമുക്ക് 7 വർഷം പൂർണ്ണമായിട്ട് കിട്ടുകയാണെങ്കിൽ അത് ഏകദേശം അവസാനിക്കുന്നത് 75 to 85 എന്ന് പറഞ്ഞാൽ 84 വരെ എന്തുണ്ടാവും, കേതുദശ ഉണ്ടാവും. ആ കേതുദശ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ 77 ഇയേഴ്സിലേക്കും, 77 to 84 ഒരു ഏകദേശം ഫുൾ ദശ കിട്ടിക്കഴിഞ്ഞാലാണ് കുജദശ ഞാൻ പറയുന്നത്. അപ്പോൾ ആ കേതുദശയിൽ നമ്മളുള്ള ഒരു മരണം, ആ ഒരു സമയത്തുള്ള മരണം എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ ഒരു സുഖമായ ഒരു മരണമാവാൻ ചാൻസ് ഇല്ല. ഒരു പക്ഷേ നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടുള്ളൊരു ഇതാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ ദശയുള്ള 77 ബുധദശേൻ്റെ ഒക്കെ ആണെങ്കിൽ ആ ഒരു സമയത്തുള്ള മരണമാണെങ്കിൽ നല്ല സുഖമരണം എന്നുള്ള ഒരു മനസ്സമാധാനത്തിലുള്ള ഒരു മരണത്തിനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇവിടെ പ്രതിപാദിച്ച കാര്യങ്ങളൊക്കെ അവിട്ടം നക്ഷത്രത്തിൻ്റെ ഒരു ഏകദേശ വിശകലനമാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാം. ചിലവർക്ക് ഇതിൽ കൂടുതലായ പോസിറ്റീവ്സ് കിട്ടാനുണ്ടാവും, ചില കൂടുതൽ നെഗറ്റീവ്സ് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതിനുള്ള ഒരു മുൻകരുതൽ എന്തെങ്കിലും ഇതിനുള്ള ഒരു നല്ല രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവിട്ടം നക്ഷത്രക്കാർ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അവരുടെ രാശിനാഥനായ ശനിയുടെയും ആൻഡ് ദശാനാഥനായ കുജദശയിലാണ് ഇവർ ജനിച്ചത്. മകരം കുംഭം കൂറാണെങ്കിൽ രാശിനാഥൻ ആരായിരിക്കും? ശനി. ഇവരുടെ അനുഗ്രഹങ്ങൾ ഇവരെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇവരെ പ്രീതിപ്പെടുത്താനുള്ള മന്ത്രങ്ങൾ ഞാൻ കമൻറ്റ് ബോക്സിലിടാം. എല്ലാവർക്കും സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് അത് പഠിച്ചിട്ട് ഡെയിലി പ്രാർത്ഥിച്ചാൽ എന്തായാലും ജീവിതത്തിലൊരു മാറ്റങ്ങൾ വരും. ഞാൻ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും വിഘ്നേശ്വരൻ്റെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.